ഹായ് മക്കളെ, പ്രദീപ് സാറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 13 ഓസിലേഷൻസ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യുന്നു, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തരികയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് സെക്ഷനാണ്, പക്ഷേ ചെറിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് തവണ ചോദിച്ചേക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്തായാലും മക്കൾ എന്ത് ചെയ്യണം, എഴുതി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ എന്താണ് ഓസിലേഷനും സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് ആദ്യമേ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ മോഷൻസ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് വരുന്ന ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താണ്, ഓസിലേഷൻസ് അല്ലേ, പീരിയോഡിക് മോഷൻ എന്ന് പറയാം. പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡെഫിനിഷൻ ഇത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ദ കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ്, അതായത് നമ്മൾ പറഞ്ഞു 2 പൊസിഷനാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഷൻ നടക്കുന്ന ഈ പൊസിഷനാണെന്ന് പറഞ്ഞാൽ മീൻ പൊസിഷൻ. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനാണ്. ഇതും എന്ത് തന്നെയാണ്, ഒരു എക്സ്ട്രീം പൊസിഷനാണ്. ഈ മീൻ പൊസിഷനിൽ എക്സ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഇവിടെ മൈനസ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്, ഈ ഒരു ബോഡി ഈ എക്സ്ട്രീം പൊസിഷനിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ബോഡി താഴത്തോട്ട് വരുന്നുണ്ടല്ലേ. താഴത്തോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മോഷൻ എഗെയിൻസ്റ്റ് താഴത്തോട്ടൊരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ പേര് പറയും റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താണ് മക്കളെ പറയണത്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈ ഡയറക്ഷനാണ്, പക്ഷേ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഒക്കർ ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് പറയാം ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മോഷൻ നടക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാവുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആയിരിക്കണം. ഇക്വേഷൻ ആണോ? അല്ല. ഇക്വേഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു -kx. ഈ ലോ എന്ത് ചെയ്യണം, ബാധിക്കണം. എങ്കിൽ മാത്രമാണ് ആ ടൈപ്പ് ഓഫ് ഓസിലേഷനെ നമ്മൾ എന്ത് പേര് പറയുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്ത് പറയണത്, കണ്ടീഷൻ. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഷോൺ ബിലോ. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം റിലേഷൻ. കൂടാതെ ആക്സിലറേഷൻ ടൈം റിലേഷൻ വെച്ച് എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രാഫ് പറയാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് എന്താണെന്ന് ആദ്യം പഠിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ω_t+φ എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്, കോസ് ഫംഗ്ഷനാണ്, ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയാം. ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണ്. ആ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് 2 കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് ഇനീഷ്യൽ ഫേസിൻ്റെ ഒക്കെ ആവശ്യം വരാറ്. ഭൂരിഭാഗം നമ്മൾ ഫൈ എന്ന് പറയുന്നത് 0 എടുക്കാറുണ്ട്. ഇനി വേറൊരു വേവ് ഇത്ര ഡിഗ്രി മുന്നിലാണ് മാറി നിൽക്കണമെങ്കിൽ അവിടെ ഫൈ എന്ന് പറയുന്നത് നമുക്ക് ആ ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പോൾ എ കോസ് ω_t+φ. അപ്പോൾ ഈ എ കോസ് ω_t വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിൽ ഒന്നാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നു ആംഗിൾ 0 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് π/2, ദെൻ ഇത് π, ദെൻ ഇത് 3π/2, ദെൻ ഇത് 2π. അപ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എ കോസ് നമ്മൾ എടുക്കുന്നു, ഫൈൻ്റെ വാല്യൂ 0 എടുക്കുന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ω_t. സോ ω_t എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ω_t എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു ω_t എന്നാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ω_t എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ എന്ത് കിട്ടിയ ആൻസർ, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ് അവർ എന്ത് ചെയ്യണത്, കറങ്ങണത്. ഇനി തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് 0.
സോറി 90 ഡിഗ്രി. അപ്പോൾ കോസ് 90 എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? അവിടെ 0 ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഗ്രാഫ് പോസിറ്റീവ് വേയിൽ നിന്ന് തിരിച്ചെങ്ങോട്ട് വന്നു? 0യിലേക്ക് വന്നു. ഇനിയുള്ളത് കോസ് പൈ ആണ്. കോസ് പൈ എന്ന് പറഞ്ഞാൽ യെസ് എഗെയിൻ എന്ത് കിട്ടി? കോസ് 0 1 ആണെങ്കിൽ കോസ് പൈ -1 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ആംപ്ലിറ്റ്യൂഡ് കിട്ടി. അങ്ങനെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി റിലേഷൻ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. അപ്പോൾ dx/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് a cos omega t ആണ്. x is equal to a cos omega t ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. v is equal to d/dt of a cos omega t എന്ന് കിട്ടും. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ v is equal to a d/dt of cos omega t. കോസ് ഒമേഗാ ടി എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? മൈനസ് സൈൻ ഒമേഗാ ടി ആണ്. പോരാ, ചെയിൻ റൂൾ പ്രകാരം എന്ത് കിട്ടി? വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു d/dt ഓഫ് കോസ് ഒമേഗാ ടി ഇൻറ്റു d/dt ഓഫ് ഒമേഗാ ടി ചെയ്തിരിക്കണം. കാരണം ഒമേഗാ ടി എന്ന് പറഞ്ഞാൽ ടി മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനുള്ളിൽ ഒമേഗ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ എ d/dt ഓഫ് കോസ് ഒമേഗാ ടി എന്ത് കിട്ടി? മൈനസ് സൈൻ ഒമേഗാ ടി ഇൻറ്റു ഒമേഗ. ആൻസർ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗാ ടി എന്ന് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഒന്നും കൂടെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെറുതാക്കി മാറാറുണ്ട്. അതായത് വി ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ. ഓക്കെ, സൈൻ ഒമേഗാ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിൽ എന്താണ് സൈൻ തീറ്റ? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ സൈൻ ഒമേഗാ ടി ആണെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗാ ടി എന്ന് നമുക്ക് എന്ത് കിട്ടും? അവിടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, സൈൻ ഒമേഗാ ടിക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗാ ടി. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ ഈ എയിനെ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പോകുന്നു. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക്, റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങണേ? റൂട്ട് ഓഫ് എ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ വെറും എ ഉള്ള ആൾ റൂട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറണം? എ സ്ക്വയർ ആവണം. എങ്കിൽ മാത്രമേ എന്ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ. രണ്ട് പേർക്കും കൊടുക്കണം 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. കഴിഞ്ഞില്ല. ഈ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ എടുത്തു കഴിഞ്ഞു. എക്സ് ആണ്, അത് എ കോസ് ഒമേഗ ടി. അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ത് വരണം? എക്സ് സ്ക്വയർ വരണം. സോ വെലോസിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് റിലേഷൻ കിട്ടി. ആരാണ്? വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഈ ഗ്രാഫ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇനി വരയ്ക്കേണ്ടത് ഏതൊക്കെ ആംഗിൾ ആണോ നോക്കാം. ഏതൊക്കെയാ? 0 വരയ്ക്കണം, 90 വരയ്ക്കണം, പിന്നെ ഉള്ളത് 180, 270, 360 വരയ്ക്കണം. ഇനിയുള്ളത് നമുക്ക് വെലോസിറ്റി റിലേഷനാണ്. നമ്മുടെ വെലോസിറ്റി റിലേഷൻ എന്താ എഴുതി വെച്ചത് നമുക്ക് കിട്ടിയത്? ഇപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇനീഷ്യലി എക്സിൻ്റെ എക്സ് 0, അതായത് നമ്മുടെ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണെങ്കിൽ എക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എ ആണ്. സോ ആ ടൈമിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ. എ എന്താണ്? എക്സ് എന്താണ്? എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ വെലോസിറ്റി വിൽ ബിക്കം 0. വെലോസിറ്റി ഈ പോയിന്റിൽ എന്താണ്? 0 ആണെന്ന് കിട്ടും. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവണ സമയത്ത്, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവണ സമയത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഈ പോയിന്റിൽ 0 ആണ്. എന്താണ്? എക്സിൻ്റെ തീറ്റ 90 ഡിഗ്രി ആവണ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ്
എക്സ് സീറോ സ്ക്വയർ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? യെസ്, എ സ്ക്വയർ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ തന്നെ, റൂട്ട് ഓഫ് എ സ്ക്വയർ തന്നെ. അപ്പോൾ വെലോസിറ്റി എന്ത് കിട്ടി? മൈനസ് ഒമേഗ ഇൻറ്റു എ. സോ ദ ഗ്രാഫ് മൈനസ് ഒമേഗ എ ആണ്. ഗ്രാഫ് എന്തിലോട്ട് മാറും? അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു എ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന പോയിന്റ്? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണല്ലേ. അപ്പോൾ മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്ത് എന്തിലേക്ക് എത്താം? സീറോയിലേക്ക് എത്താം. എഗെയിൻ ആ ഗ്രാഫ് തിരിച്ച് അതേപോലെ തന്നെ ഒരു സൈൻ വേവിൻ്റെ ഗ്രാഫാണ്. നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് മേളിലോട്ട് വരുന്നു. യെസ്, ആ ഗ്രാഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമുക്ക് എ ഒമേഗ പോസിറ്റീവ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇത് കൂടാണ്ട് തന്നെ ഈ വെലോസിറ്റി ഇക്വേഷൻ എടുക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെലോസിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷനായ യെസ് വെലോസിറ്റി ഇക്വേഷനായ എന്ത് മൈനസ് വി മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതിലൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ടി സീറോയാണ്. ഒമേഗ ടി സീറോ ആണെങ്കിൽ സൈൻ സീറോ മൈനസ് എന്ത് കിട്ടി? സൈൻ സീറോ സീറോയാണ്. അപ്പോൾ വെലോസിറ്റി സീറോയാണ്. ഇനി ഒമേഗ ടിയുടെ വാല്യൂ എന്ത് കിട്ടി? നമ്മൾ എടുക്കുന്ന വാല്യൂ യെസ് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗ എന്ന് കിട്ടി. അടുത്തത് സൈൻ 180 ആണെങ്കിൽ എഗെയിൻ സീറോ കിട്ടി. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ അവിടെ സീറോ കിട്ടി. ഇനി സൈൻ എന്ത് കിട്ടി? യെസ്, അടുത്ത വാല്യൂവിൽ -1 ആണ്. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സിക്കലും മൈനസ് എ ഒമേഗ ഇൻറ്റു -1 നമുക്ക് എന്ത് കിട്ടി? നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ എ ഒമേഗ കിട്ടും. പിന്നെ എഗെയിൻ സീറോ വരും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചു വച്ചോളണം. ഓക്കെ, ഇത് കൂടാണ്ട് ആക്സിലറേഷൻ്റെ ഗ്രാഫും കൂടെ നമുക്ക് ഇതിന് സിമ്പിളായിട്ട് എടുക്കാം. ഓക്കെ ആണോ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രാഫും അതുമായിട്ട് ബന്ധപ്പെട്ട ഡെറിവേഷനും എക്സാമുകൾക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഫോർ എസ് എച്ച് ദ ടൈം പീരിയഡ് ഈസ് ടി ഈക്വൽ ടു 2 seconds ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് 10 centimeter കാൽക്കുലേറ്റ് ദി ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, ആ മീൻ പൊസിഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട് 10 centimeter ആണെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ആ സമയത്ത് കൊണ്ട് ആക്സിലറേഷൻ ഡിറൈവ് നിൽക്കരുത്, നമുക്ക് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓൾറെഡി വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യെസ്, ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണെങ്കിൽ ആൻസർ ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഇനി എന്താണ് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി? യെസ്, കോസ് ഒമേഗ ടി ആണ്. എന്താണ്? കോസ് ഒമേഗ ടി. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. മതിയോ? ഇല്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടി? ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി എന്ന് കിട്ടി. അതിൽ ഒമേഗ പുറത്തേക്ക് എടുത്താൽ ഡി ടി ബൈ ഡി ടി എന്തായിട്ട് മാറി മക്കളെ? 1 ആയിട്ട് മാറി. അപ്പോൾ ആൻസർ എന്താ? എ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ എന്താണ്? യെസ്, ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ത് കിട്ടി? മൈനസ് ഒമേഗ സ്ക്വയർ. പിന്നെ എ ഒന്ന് ബാക്കിലേക്ക് കിട്ടും, എ കോസ് ഒമേഗ ടി. എന്താണ് എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്? വേറെ ആരുമല്ല, അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടി ആൻസർ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്സിലറേഷൻ ഇക്വേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. അത് തന്നെ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എഴുതി പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ആ സമയത്ത് എക്സാമിൻ്റെ ടൈമിൽ പ്രോബ്ലം വരുമ്പോൾ ഡിറൈവ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ ഒന്ന് ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ എന്ത് കിട്ടി? ഇതിൽ ഒമേഗ കണ്ടുപിടിക്കണം. എക്സ് ഒക്കെ തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കാം. ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ആണ്. ദാറ്റ് ഇസ് 2π/t. അപ്പോൾ 2π/t എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഡിവൈഡ് ബൈ എത്ര ടൈം പീരീഡ് തന്നിട്ടുണ്ട്? 2 seconds. അപ്പോൾ 2π/2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞാൽ 3.14. പഠിച്ച കാര്യങ്ങളാണ്. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് തന്നിട്ടുണ്ട്, അത് 10 centimeter ആണ്. 10 centimeter മീറ്റേക്ക് മാറ്റാൻ 10 × 10⁻⁻2 മീറ്റർ എന്നാണ്, മറന്നു പോകരുത്.
സോ ഫൈനൽ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് മൈനസ് 3.14 സ്ക്വയർ ഇൻറ്റു 10 × 10⁻⁻² ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.986 m/s². കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ ആയ എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് വെച്ച് നമുക്ക് എന്ത് കിട്ടി? 0.986 m/s² കിട്ടി. അപ്പോൾ ഗ്രാഫ് ചോദിക്കാം, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം, ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ ഒരു ടെസ്റ്റുള്ള ചോദ്യമാണല്ലേ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മക്കൾ? ഈ ഡെറിവേഷനും പ്രോബ്ലവും ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഡ്രോ ദെയർ വേരിയേഷൻ ഇൻ എ ഗ്രാഫ്. 2024 ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകളിലും ചോദ്യം വന്നേക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എനർജിയാണ് അവർ പ്രോസസ്സ് ചെയ്യണത്. എവിടെയാണ്? മീൻ പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനിലും 2 ടൈപ്പ് എനർജിയാണ്. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ നമുക്ക് ഓരോ എനർജി നമ്മൾ ഡിറൈവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ആണ്. അപ്പോൾ എന്താണ് മക്കളെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. യെസ്, വി എന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ v² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? കൈനറ്റിക് എനർജിയിൽ ½ m മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആൻസർ? യെസ്, ½ m² ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവായിട്ട് മാറിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, m ഒമേഗ². അപ്പോൾ ½ m ഒമേഗ² a² സൈൻ സ്ക്വയർ ഒമേഗ ടി എന്തെന്നിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടി. ഇനി മക്കളെ ശ്രദ്ധിച്ചോ, ഈ m ഒമേഗ² എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് k. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ½ k a² സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടി. ഓക്കെ, ഇനിയുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ½ k x² എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ a cos ഒമേഗ ടി എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആൻസർ? ½ k ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ a cos ഒമേഗ ടി, അതിൻ്റെ സ്ക്വയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താണ് കിട്ടുന്നത്? ½ ഇൻറ്റു k a² cos സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ k എന്ന് പറഞ്ഞാൽ അഗെയിൻ അവിടെ തന്നെ m ഒമേഗ² തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ½ k a² cos സ്ക്വയർ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ k a² സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ½ k a² cos സ്ക്വയർ ഒമേഗ ടി. ഈ 2 ടേമിലും കോമൺ ആരാണ് മക്കളെ? ½ k a² ആണ്. അപ്പോൾ ½ k a² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ആരോളെ? സൈൻ സ്ക്വയർ ഒമേഗ ടിയും പിന്നെ ആരോളെ? കോസ് സ്ക്വയർ ഒമേഗ ടിയും. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടിയും കോസ് സ്ക്വയർ ഒമേഗ ടിയും കൂടി ചേർന്നാൽ എന്താണ്? 1 ആണ്. ആൻഡ് ദ ടോട്ടൽ എനർജി എന്തായിട്ട് മാറി? ½ k a². മറന്നു പോകരുത്. ഒന്നാമത്തെ ബോക്സ് പൊട്ടൻഷ്യൽ എനർജി, രണ്ടാമത്തെ ബോക്സ് ഇനി കൈനറ്റിക് എനർജിയുടെ മൂന്നാമത്തെ ബോക്സ്. ഈ 3 ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്യണം? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ. ഒരുപാട് തവണ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 2024. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിളായിട്ടും പൊട്ടൻഷ്യൽ എനർജിയും പിന്നെ ടോട്ടൽ എനർജിയും. പിന്നെ ചോദിച്ചേക്കുന്ന ഒരു ഗ്രാഫ് കൂടെ ചോദിച്ചിട്ടുണ്ട്, വേരിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് x = 0, ദാറ്റ് ഈസ് മീൻ പൊസിഷൻ. ഇനിയുള്ളത് യെസ് റിവേഴ്സിൽ പോകുന്നു, എക്സ്ട്രീം പൊസിഷനിൽ -a. ഇനി ഇപ്പുറത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ യെസ് പോസിറ്റീവ് a. എന്താണ്? പോസിറ്റീവ് ഡയറക്ഷനല്ല, എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിലും എല്ലാ പോയിന്റിലും ഈ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോൺസ്റ്റൻ്റ് ആണ്. ആ ടോട്ടൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഏത് എക്സ്ട്രീം പൊസിഷനിലും മീൻ പൊസിഷനിലും ആയിക്കോട്ടെ, ടോട്ടൽ എനർജി ഇവിടുത്തെ എക്സ്ട്രീം പൊസിഷനിലായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇവിടുത്തെ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മറന്നു പോകരുത്. ഇനി എന്താണ് വേരിയേഷൻ എന്നുള്ള കേസാണ് പറയാൻ പോണത്. ഇതിൽ
എക്സ്ട്രീം പൊസിഷനിൽ, അതായത് രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ എന്താ ചെയ്യണത്, ഈ ഒരു ഓസിലേഷൻ ചെയ്യുന്ന ബോഡി ഇവിടെ ചെന്ന് നിന്നു, എന്നിട്ടാണ് അവർ താഴേക്ക് തിരിച്ചു വരാൻ. നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആയിരിക്കും. അവിടെയുള്ള വെലോസിറ്റി 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ ഏത് എനർജി ആയിരിക്കും അവിടെ മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ആ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉപയോഗിച്ചു അവിടെ എത്തുമ്പോൾ മീൻ പൊസിഷനിൽ ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ 0, മാക്സിമം കൈനറ്റിക് എനർജി. ഇനി തിരിച്ച് റിവേഴ്സിൽ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാഫ് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആദ്യം പൊട്ടൻഷ്യൽ എനർജി വരയ്ക്കാം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും മാക്സിമം, ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി എന്തായാലും മാക്സിമം. പക്ഷേ നമ്മുടെ മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും മിനിമം ആയിരിക്കും. സോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു പരാബോള പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇതെന്തിൻ്റെ ഗ്രാഫാണ്, പൊട്ടൻഷ്യൽ എനർജി. ഇനി വരയ്ക്കാൻ പോണ കേസ് എന്ന് വെച്ചാൽ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലും രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ എന്താണ് കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷേ മീൻ പൊസിഷനിൽ എന്താണ് കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അപ്പോൾ ഗ്രാഫ് റിവേഴ്സിൽ എന്ത് ചെയ്യുന്നു, യെസ് റിവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ടോട്ടൽ എനർജി റിമൈൻസ് എന്ത് തന്നെയാണ് മക്കളെ, കോൺസ്റ്റൻ്റ് ആണ്. ആ ടോട്ടൽ എനർജി എന്താണ്, യെസ് പച്ചയിൽ വരച്ചതിന് കൈനറ്റിക് എനർജി. ഇനി ടോട്ടൽ എനർജി എന്ന് പറയണത് യെസ് ഇതായിരിക്കും എന്ത് പറയണത്, ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ½ KA² എന്ന് പറയുന്നത്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേരിയേഷനുള്ള ഗ്രാഫ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി മീൻ പൊസിഷൻ ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദ്യം. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ½ KA² - X² കൈനറ്റിക് എനർജി. അതെങ്ങനെ വന്നതെന്നല്ലേ, ഓൾറെഡി നമ്മൾ വെലോസിറ്റിക്ക് കൈനറ്റിക് വെലോസിറ്റിക്ക് 2 ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ച ഇക്വേഷൻസ്, മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കൂടാതെ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ മൈനസ് ഒമേഗ ഇൻറ്റു √(a² - X² എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലും കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാം, യെസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തുക്കണം നമുക്ക് എക്സുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ മതി. അപ്പോൾ വെലോസിറ്റി ഈ ടേമുള്ള നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വേണ്ട, നമുക്ക് ഈ ഇക്വേഷൻ മതി. എന്താണ്, യെസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു √(a² - X² എന്നുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം എങ്ങനെ കിട്ടുന്നത്, ½ mv² അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, ½ ഇൻറ്റു എം ഇൻറ്റു എന്താണ് v² എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ഇൻറ്റു √(a² - X²) അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ½ ഇൻറ്റു എം ഇൻറ്റു ω² ഇൻറ്റു റൂട്ട് പോയി കഴിഞ്ഞാൽ (a² - X²). എന്താണ് mω² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ½ ഇൻറ്റു k ഇൻറ്റു (a² - X² എന്ന് നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ കിട്ടും. കൂടാതെ നേരത്തെ പഠിച്ച ഇക്വേഷൻ സൈൻ ഒമേഗ ആയിട്ട് വെച്ചും ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷനാണ് ഈക്വൽ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഇത് വച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല, നമുക്കുള്ളത് ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണം കൈനറ്റിക് എനർജി ഇക്വേഷൻ എടുക്കാൻ. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൈനറ്റിക് എനർജി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ½ KA² - X² വിൽ ബി ഈക്വൽ ടു ½ KX², പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. ഓക്കെ, ഇനി 2 ടേമിലും ഹാഫും കെയും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ഉള്ളത് (a² - X² ഇസ് ഈക്വൽ ടു X² ആണ്. ഇനി സിമ്പിൾ സ്റ്റെപ്പ്, (a² ഇസ് ഈക്വൽ ടു X² പ്ലസ് X², (a² ഇസ് ഈക്വൽ ടു ആൻസർ 2X². ഇനി എന്താ ചെയ്യേണ്ടത്, യെസ് X² എന്ത് വരും, അപ്പോൾ ആൻസർ X² ഇസ് ഈക്വൽ ടു (a²/2). ഓക്കെ, ഇനി (a²) ആ ആംപ്ലിറ്റ്യൂഡ് വെച്ചുള്ള ടേമാണ് ചോദിച്ചേക്കണേ. അപ്പോൾ (a²/2), അപ്പോൾ എക്സ് എന്ത് കിട്ടിയ ആൻസർ, യെസ് √(a²/2) ആൻസർ. (a²) റൂട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ (a² ഇല്ല, പിന്നെ ഉള്ളത് (a√2) ± (a√2) നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ വെലോസിറ്റി ചെയ്തുകൊണ്ട് 2 രീതിയിൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ ആണല്ലോ പറയാതെ, അപ്പോൾ ചെയ്ത് പഠിച്ചോളാം. 2019 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകൾക്കും പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനുമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഡെറിവേഷനാണ് യെസ് 2022, 2022 ഇമ്പ്രൂവ്മെൻറ്റ്, 2021, 2020, 2023 കാലഘട്ടങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ചേക്കണ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ ആണോ, സിമ്പിൾ പെൻഡുലം ആണ് ചോദിക്കുന്നത്, സിമ്പിൾ പെൻഡുലം. കൂടാതെ സ്പ്രിങ്ങിൻ്റെ കേസ് ഉണ്ട്, പക്ഷെ കൂടുതലും ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെയാണ്,
സിമ്പിൾ പെൻഡുലത്തിൻ്റെയാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഒരു സിമ്പിൾ പെൻഡുലം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ പെൻഡുലം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഈ സിമ്പിൾ പെൻഡുലം ഞാൻ എന്ത് ചെയ്യുന്നു, ഓസിലേഷൻ ചെയ്യുന്നു. ആ സിമ്പിൾ പെൻഡുലം ഓസിലേഷൻ ചെയ്ത ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. ഓക്കെ, ഈ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മെയിനായിട്ട് ഒന്നാമത്തെ ഫോഴ്സ് ടെൻഷൻ. അതെപ്പോഴും ആ എവിടെയാണോ ഫിക്സ് ചെയ്തേക്കുന്നത് ആ ഡയറക്ഷനിലൂടെ ആയിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യണത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ വെയിറ്റ് ആണ്. വെയിറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇനിയുള്ളത് നമുക്ക് ഈ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ദെൻ ഇവിടെ നിന്ന് ഒരു കമ്പോണൻ്റ് കൂടെ വരയ്ക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് പറഞ്ഞു, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിളും എന്തായിട്ട് കൊടുക്കാം, തീറ്റയായിട്ട് കൊടുക്കാം. അപ്പോൾ വെയിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞു, എം ജി ആണെങ്കിൽ എം ജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ, ആ ഒരു ലൈനിൻ്റെ ആക്ഷൻ പ്രകാരം നോക്കുമ്പോൾ വെയിറ്റ് ചരിഞ്ഞായിരിക്കണേ. ഏതൊരു വെക്ടർ ക്വാണ്ടിറ്റിയും ചരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കമ്പൗണ്ടാക്കി 2 കമ്പൗണ്ടാക്കി തിരിക്കും. അറിയാലോ, ഏതാണോ തീറ്റ മേക്ക് ചെയ്യണതിനെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എം ജി കോസ് തീറ്റയും ഇനി പറ എം ജി സൈൻ തീറ്റയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു എം ജി കോസ് തീറ്റയും ടെൻഷനും എന്ന് പറഞ്ഞാൽ എം ജി കോസ് തീറ്റ യെസ് ഈ ഡയറക്ഷൻ, ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷൻ. രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. പിന്നെ ആരാടാ നേരെ തിരിച്ചിങ്ങനെ വരണത്? ഏത് ഫോഴ്സിന് ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും? ഈ 3 ഫോഴ്സാണ് മെയിൻ. ടെൻഷൻ, വെയിറ്റ് പിന്നെ എടുക്കരുത് കേട്ടോ. വെയിറ്റ് എടുക്കേണ്ട കാര്യമില്ല, കാരണം വെയിറ്റിനെ 2 കമ്പൗണ്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ, ടെൻഷൻ, ഈ 3 ഫോഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യണത്. അതിൽ എം ജി കോസ് തീറ്റ ബാലൻസ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന ഫോഴ്സ് ഏതാ? തിരിച്ചു വരാനുള്ള കാരണം ആരാണ്? തിരിച്ചു വരാനുള്ള ഫോഴ്സിന്റെ പേര് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആരാണ്? യെസ്, ആരാണ്? എം ജി സൈൻ തീറ്റയാണ്. പക്ഷേ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മുടെ ആക്ട് ചെയ്യുമ്പോൾ അത് എന്താണ്? സർക്കുലർ മോഷൻ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എം ജി സൈൻ തീറ്റ റെസ്പോൺസിബിൾ ഫോർ എന്തായിട്ട് മാറാം? ടോർക്കായിട്ട് മാറാം. റീസ്റ്റോറിങ് ടോർക്കായിട്ട് മാറാം. കാരണം ഒരു ഡിസ്റ്റൻസിലാണ്. ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എല്ലാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ടോർക്ക് കണ്ടുപിടിക്കാം. എന്താണ് റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ? റീസ്റ്റോറിങ് ടോർക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ ആണ്. റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോഴ്സ്? ഏത് ഫോഴ്സ് മാത്രമാണ് അവിടെ ആക്ട് ചെയ്യണത്? അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്. എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ? യെസ്, ലെങ്ത് ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിട്ട് മാറാം. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? യെസ്, എന്ത് ചെയ്താൽ മതി? ഇൻറ്റു എൽ. അപ്പോൾ എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു. ടോർക്ക് ഇസ് ഈക്വൽ ടു പറഞ്ഞോ, എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ എഫിന് കറസ്പോണ്ടിങ് ടോർക്ക് ആണെങ്കിൽ എമ്മിന് കറസ്പോണ്ടിങ് ഐ, എന് കറസ്പോണ്ടിങ് ആൽഫ. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ആൽഫ എന്ത് കിട്ടി? യെസ്, മൈനസ് എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു എൽ. ഓക്കെ, ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, തീറ്റയുടെ ആംഗിള് വളരെ ചെറുതാണെങ്കിൽ സൈൻ 0 എത്രയാണ്? 0. ആ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ്റെ ആവശ്യമില്ല. തൽക്കാലം അതെന്ത് ചെയ്യുന്നു? തിയററ്റിക്കലി കളയുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു എൽ എന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയുടെ ഇക്വേഷൻ കിട്ടി. എന്താണ്? മൈനസ് എം ജി തീറ്റ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു എൽ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബേസിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എം ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലാണ് മെയിനായിട്ട് ഈ നടക്കുന്നത്. അപ്പോൾ ഈ സർക്കുലർ മോഷൻ കവർ ചെയ്യുന്നതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ലെങ്ത് തന്നെയായിരിക്കും. ബോബിൻ്റെ മാസ് എമ്മും എം എൽ സ്ക്വയറിന് എന്ത് വരും? എം ആർ സ്ക്വയറിന് പകരം ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ എന്ത് കിട്ടി? യെസ്, ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ. സോ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ ഇൻറ്റു എൽ. എമ്മും എമ്മും കട്ട് ചെയ്യുക, എല്ലും എല്ലും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടി ആൻസർ? യെസ്, മൈനസ് ജി തീറ്റ ബൈ എൽ. നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ജി തീറ്റ ബൈ എൽ. ഇനി നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആക്സിലറേഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണെന്ന് പഠിച്ചു അല്ലേ.
അപ്പോൾ ഇത് ലീനിയർ അല്ല, ഇത് റൊട്ടേഷണൽ ആണ്. അപ്പോൾ ആൽഫ എയ്ക്ക് പകരം എന്ത് കിട്ടി? ആൽഫ യെസ് മൈനസ് ഒമേഗ സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ പറയേണ്ട പേര് തീറ്റയാണ്. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. സോ നമുക്ക് ഈ ഇക്വേഷൻ ഈ ആൽഫയ്ക്ക് പകരം കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? ആൻസർ മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ, കൂടാതെ അപ്പുറത്ത് എന്താ? മൈനസ് ജി തീറ്റ ബൈ എൽ. തീറ്റയും കട്ട് ചെയ്യുക, മൈനസും കട്ട് ചെയ്യുക. സോ ദ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഒമേഗ എന്ത് കിട്ടി ആൻസർ? ഒമേഗ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ പോരാ, ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ടൈം പീരീഡ് ആണല്ലോ ചോദിച്ചേക്കണേ. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ ഇവിടെ എഴുതി വയ്ക്കുന്നു. എന്താണ്? 2π/t ആണ്. അപ്പോൾ 2π/t ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് ഓഫ് ജി ബൈ എൽ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചുവിടാം. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, എന്ത് ചെയ്യുക? ഇതൊന്ന് തിരിച്ചുവിടാം. അപ്പോൾ t/2π ഈസ് ഈക്വൽ, അവിടെയും തിരിച്ചുവിടുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് L/g. അപ്പോൾ എന്താണ് എനിക്ക് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ഈ 2π അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g. മക്കളെ, ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയും ഡെറിവേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചൊരു ഇക്വേഷനാണ്. എന്താണ്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ ഓഫ് എ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പെൻഡുലമാണ്. വളരെ 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 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരുപാട് തവണ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും കാര്യങ്ങൾ യെസ് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നും ഏതൊക്കെയാണ് ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിപൊളിയായിട്ട് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? കാര്യം ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്, മറന്നു പോകരുത്. ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക, ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് എഴുതാട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക മക്കളെ? ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ന്യൂട്ടൺസിൽ ഫോളോ ചെയ്യുക. എന്നും എപ്പോഴും കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ ബൈ മക്കളെ. പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ.